ഹലോ, വെൽക്കം ടു ഡിനോവോ അക്കാദമി. നമ്മുടെ ഡിനോവോ അക്കാദമിയുടെ മൂന്നാമത്തെ PYQ സീരീസ് ആണ്. ഓൾറെഡി പാർട്ട് 1 and 2 കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ വായിക്കുകയാണ്. ഇഫ് 19% ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ എ ജീനോം ആർ എ, വാട്ട് പെർസെൻറ്റേജ് ആർ സി, ജി ആൻഡ് ടി? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മുടെ ജീനോമിൽ, അതായത് നമ്മുടെ DNA അകത്തുള്ള എ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ്, അതായത് അഡിനിൻ ന്യൂക്ലിയോടൈഡിന്റെ പെർസെൻറ്റേജ് 19 ആണ്. അങ്ങനെയെങ്കിൽ സൈറ്റോസിൻ എത്ര, ഗ്വാനിൻ എത്ര, തൈമിൻ എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതായത് സപ്പോസ് നമ്മുടെ DNA, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയിൽ ഒരു സ്ട്രാൻഡിൽ ഇങ്ങനെയാണ് ബേസ് കമ്പോസിഷൻ എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ബേസസ് എങ്ങനെയായിരിക്കും? ഇതിന് കോംപ്ലിമെന്ററി ആയിരിക്കും. അതായത് അഡിനിന് കോംപ്ലിമെന്ററി ആയിട്ട് ബേസ് പെയർ ചെയ്യുക തൈമിനാണ്, തൈമിന് ബേസ് പെയർ ചെയ്യുക അഡിനൈനാണ്, ഗ്വാനിന് സൈറ്റോസിനാണ്, സൈറ്റോസിന് ഗ്വാനിനാണ്. ലൈക്ക് ദിസ് ആയിരിക്കും നമ്മുടെ നൈട്രജൻ ബേസസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ ബേസ് പെയർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എവിടെയൊക്കെ അഡിനിൻ ഉണ്ടോ അവിടെയൊക്കെ തൈമിൻ ഉണ്ട്. ഇതുപോലെ ഓക്കെ. അപ്പം അഡിനിൻ എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ തൈമിൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് അഡിനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈറ്റോസിൻ തൈമിൻ. ഇങ്ങനെ പറഞ്ഞൂടെ? ഇനി നമ്മൾ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും കേസ് നോക്കുകയാണെങ്കിലും അവിടെയും സെയിം ആണ്. എവിടെയൊക്കെ ഗ്വാനിൻ ഉണ്ടോ അവിടെയൊക്കെ സൈറ്റോസിൻ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതും എങ്ങനെ പറയാൻ പറ്റും? നമ്പർ ഓഫ് ഗ്വാനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈറ്റോസിൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ അഡിനിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 19%. അപ്പോൾ തൈമിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 19 തന്നെയായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റൂൾ പ്രകാരം. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് G+C ആണ്. അപ്പോൾ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ടോട്ടൽ പെർസെൻറ്റേജ് കാണാൻ വേണ്ടി നമ്മൾ 100%-ൽ നിന്ന്, ടോട്ടൽ 100%-ൽ നിന്ന് അഡിനിൻ്റെയും തൈമിൻ്റെയും പെർസെൻറ്റേജ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 100 - 19 - 90, അപ്പോൾ വാല്യൂ എത്രയാണ് വരിക? 62 ആണ് വരിക. G+C എന്ന് പറയുന്നത് 62 ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് അല്ല, ഇൻഡിവിജ്വൽ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. G എത്രയുണ്ടെന്ന് അറിയണം, C എത്രയുണ്ടെന്ന് അറിയണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. എന്തുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് നമ്പർ ഓഫ് ഗ്വാനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈറ്റോസിൻ. അപ്പോൾ ജസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. G is equal to 31 and C is equal to 31. ഓക്കെ, ഇനി ഈ കണ്ടുപിടിച്ചുള്ള കാര്യങ്ങൾ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ C ആണ് പറയുന്നത്, സൈറ്റോസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 31 ആണ്. അപ്പോൾ 31 എന്ന് പറയുന്ന ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക, ബാക്കി രണ്ട് ഓപ്ഷൻസിനെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ 1 and 3ൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് നോക്കാം. സെക്കൻഡ് വൺ ഗ്വാനിനാണ്, ഗ്വാനിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 31 ആണ്. ഫസ്റ്റ് ഓപ്ഷനിലാണ് 31% എന്ന് പറയുന്നത്, ഇവിടെ 19% ആണ്. സോ തേർഡ് ഓപ്ഷൻ എന്തായി? റോങ് ആയി. ഇനി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈമിൻ്റെത് കൂടെ നോക്കുക. തൈമിൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 19% ആണ്. ഇവിടെ തന്നിട്ടുള്ളതും 19% ആണ്. സോ അവർ കറക്റ്റ് ആൻസർ ഇസ് 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The base composition of genome of a newly identified virus is given below. Adenine 25%, cytosine 35%, guanine 30%, thymidine 10%. Based on this information, genome of this virus is double stranded DNA, single stranded DNA, double stranded RNA, single stranded RNA എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം. ഒരു പുതിയ വൈറസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വൈറസിന്റെ ജീനോമിന്റെ കോമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡിനിൻ 25 ആണ്, സൈറ്റോസിൻ 35 ആണ്, ഗ്വാനിൻ 30 ആണ്, തൈമിഡിൻ 10% ആണ്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ ഒരു വൈറസിന്റെ ജീനോം ഏത് ടൈപ്പ് ആണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, DNA ആൻഡ് RNA നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ന്യൂക്ലിയോടൈഡ്സിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. പ്രത്യേകിച്ച് നൈട്രജൻ ബേസസ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. DNA-യിൽ തൈമിൻ ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ RNA-യിൽ യുറാസിൽ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് തന്നിട്ടുള്ള ബേസ് കമ്പോസിഷനിൽ യുറാസിൽ ഉണ്ടോ? ഇല്ല. അവിടെ എന്താ ഉള്ളത്? തൈമിഡിൻ ആണുള്ളത്. അപ്പോൾ തൈമിഡിൻ ആയതുകൊണ്ട് തന്നെ RNA ആവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻ 1 and 2 ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ എന്നാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് അഡിനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് തൈമിനും നമ്പർ ഓഫ് ഗ്വാനിൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈറ്റോസിനും ആയിരിക്കുമെന്ന്.
ഈ തന്നിട്ടുള്ള കോമ്പോസിഷനിൽ അങ്ങനെയാണോ നോക്കാം. ഇവിടെ അഡിനിൻ 25% ആണ്, തൈമിഡിൻ 10% ആണ്, ഈക്വൽ അല്ല. ഇനി സൈറ്റോസിന്റെ കേസ് നോക്കുമ്പോഴോ സൈറ്റോസിൻ 35% ആണ്, ഗ്വാനിൻ ആണെങ്കിൽ 30% ആണ്. അപ്പൊ അതും ഈക്വൽ അല്ല. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആവാനുള്ള ചാൻസ് ഇല്ല. സോ അവർ കറക്റ്റ് ആൻസർ ഇസ് 2, സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Synonymous mutation, solid black circles, and non-synonymous mutation, different symbols are plotted on two hypothetical phylogenies A and B given below. The phylogenies above may represent following type of selection: positive, negative, or neutral. Which one of the option given below gives correct combination of type of selection observed in the phylogenies A and B? ഞാനൊന്ന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് രണ്ട് ഹൈപ്പോതെറ്റിക്കൽ ഫൈലോജനറ്റിക് ട്രീസ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഓക്കെ, ഈ ഒരു ഫൈലോജനറ്റിക് ട്രീയിൽ രണ്ട് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിനോണിമസ് മ്യൂട്ടേഷൻ, ദാറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ സോളിഡ് ബ്ലാക്ക് സർക്കിൾസ് ലൈക്ക് ദിസ് വൺ. ഓക്കെ, ആൻഡ് second type of mutation is non-synonymous mutation, that is represented by different symbols. അതായത് സോളിഡ് ബ്ലാക്ക് സർക്കിൾസ് അല്ലാത്ത സിമ്പിൾസ് ലൈക്ക് ദിസ് സ്ക്വയർ, ദിസ് ട്രയാങ്കിൾ, ദിസ് ട്രയാങ്കിൾ, ദിസ് സ്ക്വയർ, ദിസ് സർക്കിൾ. ഓക്കെ, അപ്പോൾ സോളിഡ് ബ്ലാക്ക് സർക്കിൾസ് സിനോണിമസ് മ്യൂട്ടേഷനും ഡിഫറെൻറ്റ് സിമ്പിൾസ് നോൺ സിനോണിമസ് മ്യൂട്ടേഷനും ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവർ പറയാണ് ഈ രണ്ട് ട്രീയും താഴെ തന്നിട്ടുള്ള 3 സെലക്ഷനിൽ ഏതോ ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് സെലക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് സെലക്ഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ സെലക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണെന്നും അങ്ങനെ കൊടുത്തിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുമാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ സിനോണിമസ് മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എയിലുള്ള സീക്വൻസിലുള്ള ചേഞ്ചസ് അമിനോ ആസിഡ് ചേഞ്ചസിന് റിസൾട്ട് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിനോണിമസ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡി എൻ എ സീക്വൻസിലുള്ള ചേഞ്ചസ് അമിനോ ആസിഡ് ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ നോൺ സിനോണിമസ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് സെലക്ഷൻസ് നോക്കാം. 3 ടൈപ്പ് സെലക്ഷൻസ് ആണ്: പോസിറ്റീവ് സെലക്ഷൻ, നെഗറ്റീവ് സെലക്ഷൻ ആൻഡ് ന്യൂട്രൽ സെലക്ഷൻ. പോസിറ്റീവ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ സർവൈവലിനെയോ റീപ്രൊഡക്ഷനെയോ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബെനിഫിഷ്യൽ അലീലിനെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് പോസിറ്റീവ് സെലക്ഷൻ. ആൻഡ് നെഗറ്റീവ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഡിലീറ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള അലീൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ് നെഗറ്റീവ് സെലക്ഷൻ. നെക്സ്റ്റ് ന്യൂട്രൽ സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫിറ്റ്നസിന്റെ മുകളിൽ യാതൊരുവിധ എഫക്റ്റും ഇല്ലാത്ത ടൈപ്പ് ഓഫ് സെലക്ഷൻ ആണ്. ഇത് റാൻഡംലി ബൈ ചാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു സെലക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത് കൊണ്ട് ഓർഗാനിസത്തിനോ പോപ്പുലേഷനോ പ്രത്യേകിച്ച് ഗെയിനോ ലോസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് നോൺ സിനോണിമസ് മ്യൂട്ടേഷനും സിനോണിമസ് മ്യൂട്ടേഷനും ആണ്. ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ സെലക്ഷൻ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഇസ് DN/DS. DN എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സിനോണിമസ് മ്യൂട്ടേഷൻ ആണ്, ആൻഡ് DS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിനോണിമസ് മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഈ ഒരു മ്യൂട്ടേഷന്റെ റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ DN/DS കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് സെലക്ഷനിൽ ഏതാണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് DN/DS എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, സിമ്പിൾ മാറിപ്പോയി, ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് സെലക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാല്യൂ ഈ റേഷ്യോ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് സെലക്ഷൻ ആയിരിക്കും. ആൻഡ് ദിസ് റേഷ്യോ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂട്രൽ സെലക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ഓഫ് സെലക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഫൈലോജനറ്റിക് ട്രീ അനലൈസ് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലോജനറ്റിക് ട്രീ ആണ്. ഈ എയിൽ എത്ര DN ഉണ്ട്, എത്ര DS ഉണ്ട് നോക്കാം. DN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സിനോണിമസ് മ്യൂട്ടേഷൻ ആണ്. എത്ര നോൺ സിനോണിമസ് മ്യൂട്ടേഷൻസ്, അതായത് ഡിഫറെൻറ്റ് സിമ്പിൾസ് എത്ര എണ്ണം എയിലുണ്ടെന്ന് നോക്കാം. നോക്കിക്കേ, സോളിഡ് ബ്ലാക്ക് സർക്കിൾസ് അല്ലാത്ത ഒരൊറ്റ ഡിഫറെൻറ്റ് സിമ്പിളേ ഉള്ളൂ. അപ്പോൾ DN എന്ന് പറയുന്നത് 1 ആണ്. ഇനി സിനോണിമസ് മ്യൂട്ടേഷൻ DS എത്ര ഉണ്ടെന്ന് നോക്കാം. സോളിഡ് ബ്ലാക്ക് സർക്കിൾസ് എ എന്ന് പറയുന്ന ഫൈലോജനിക് ട്രീയിൽ
5 ആണുള്ളത്. അപ്പൊ DN/DS എന്ന് പറയുന്ന റേഷ്യോ 1/5 എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് 0.2 വിച്ച് ഇസ് ലെസ് ദാൻ 1. സോ എ എന്ന് പറയുന്ന ഫൈലോജനറ്റിക് ട്രീ നെഗറ്റീവ് സെലക്ഷൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന ഫൈലോജനറ്റിക് ട്രീ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിലും നമ്മൾ DN/DS കാണാം. ബി എന്ന് പറയുന്ന ഫൈലോജനറ്റിക് ട്രീയിൽ എത്ര നോൺ സിനോണിമസ് മ്യൂട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ട് നോക്കാം. 1, 2, 3, 4 ആൻഡ് 5. 5 ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണുള്ളത്. സോ DN എന്ന് പറയുന്നത് 5 ആയിരിക്കും. ആൻഡ് സിനോണിമസ് മ്യൂട്ടേഷൻസ്, അതായത് സോളിഡ് ബ്ലാക്ക് സർക്കിൾസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഒരൊറ്റ ഒന്നേ ഉള്ളൂ. സോ DS എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ DN/DS എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് കിട്ടുന്ന 5/1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ബി റെപ്രസെന്റ് ചെയ്യുന്ന സെലക്ഷൻ പോസിറ്റീവ് സെലക്ഷൻ ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. എ നെഗറ്റീവും ബി പോസിറ്റീവും ഏതിലാണ് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷനിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഫസ്റ്റ് 1 ആണ്. ബാക്കി 3 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ കാണുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A transcript of a gene is shown below with lines showing introns and rectangles showing exons. A mutation from T at the 6th nucleotide position to A in the first exon of transcript is isolated. Which one of the following option accurately describe outcome of this mutation? ഓക്കെ, അപ്പം നമ്മളോട് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ളത് ഒരു ജീനിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ആണ്. ജീൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് DNA വിച്ച് കോഡ് ഫോർ പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു പ്രോട്ടീനിന്റെ ഒരു ജീനിന്റെ 5' to 3' ഡയറക്ഷനിലുള്ള ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻട്രോൺസ് ആണെന്നും റെക്ടാങ്കിൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സോൺസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് എക്സോൺ നമ്പർ 1, ദിസ് ഇസ് എക്സോൺ നമ്പർ 2. ഇതിലെ എക്സോൺ നമ്പർ 1ന്റെ 6th പൊസിഷനിലുള്ള തൈമിൻ അഡിനിൻ ആയിട്ടൊരു മ്യൂട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ആ ഒരു മ്യൂട്ടേഷന്റെ ഔട്ട്കം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. വൈൽഡ് ടൈപ്പിൽ എക്സോൺ 1ന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സീക്വൻസ് ഇതാണ്. 6th പൊസിഷനിൽ തൈമിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ മ്യൂട്ടേഷൻ നടക്കുന്ന സമയത്ത് ഈ 6th പൊസിഷനിലുള്ള തൈമിൻ എന്തായിട്ട് മാറി? അഡിനിനായിട്ട് മാറി. അപ്പോൾ ഇതിന്റെ ഒരു ഔട്ട്കം ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഒരു ഔട്ട്കം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം, DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നും ഈ mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുക. ഇതിൽ ഈ DNA നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 സ്ട്രാൻഡ്സ് ആണുള്ളത്, ഡിഫറെൻറ്റ് പൊളാരിറ്റീസിലുള്ള. അതിൽ 3' to 5' എന്ന് പറയുന്ന പൊളാരിറ്റിയിലുള്ള സ്ട്രാൻഡിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നും 5' to 3' ഉള്ള സ്ട്രാൻഡിനെ നമ്മൾ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, എന്തുകൊണ്ട് 3' to 5' സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ mRNA ഫോം ചെയ്യുക. അതായത് ഇപ്പോൾ ഞാനിവിടെ mRNA സീക്വൻസ് എഴുതുകയാണെങ്കിൽ ഈ ഒരു സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസസിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും mRNA ഉണ്ടാവുക. അതായത് ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇവിടെ യുറാസിൽ ആയിരിക്കും, RNA ആയതുകൊണ്ട് യുറാസിൽ ആയിരിക്കും. ആൻഡ് ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ ഗ്വാനിൻ ആയിരിക്കും, എഗെയിൻ ഗ്വാനിൻ ആയിരിക്കും. ആൻഡ് യുറാസിൽ 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 ഗ്വാനിൻ ഗ്വാനിൻ സൈറ്റോസിൻ യുറാസിൽ സൈറ്റോസിൻ അഡിനിൻ. ഇത്തരത്തിലായിരിക്കും നമ്മുടെ mRNA ഉണ്ടാവുക. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും mRNA ഉണ്ടാവുക. ഇനി ഈ mRNAയുടെ സീക്വൻസിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ സീക്വൻസിനോടും നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ സീക്വൻസിനോടും കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ സീക്വൻസും mRNAയുടെ സീക്വൻസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരൊറ്റ എക്സെപ്ഷനേ ഉള്ളൂ, തൈമിനുള്ള ഭാഗത്തൊക്കെ അവിടെ യുറാസിലായിരിക്കും. അതർവൈസ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ സീക്വൻസ് mRNAയുടെ സീക്വൻസും സിമിലർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോൺ സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ പൊതുവെ നമ്മൾ കോഡിംഗ് അല്ലെങ്കിൽ സെൻസ് സ്ട്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ള mRNAയുടെ ഫിഗർ ആണ് ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5' to 3' ഡയറക്ഷനിലുള്ള നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനോട് സിമിലർ ആണ് ഈ mRNAയുടെ സീക്വൻസ്. എക്സെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈമിനുള്ള ഭാഗത്ത് ഇവിടെ യുറാസിലായിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഉണ്ടായിട്ടുള്ള mRNAയിലെ
3 നൈട്രജൻ ബേസുകളെ ഒരു കോഡോൺ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രാൻസ്ലേഷണൽ മെഷീനറി അമിനോ ആസിഡുകളെ ഇൻകോപ്പറേറ്റ് ചെയ്യുക. സോ UGG എന്ന് പറയുന്ന ഒരു കോഡോൺ ആയിരിക്കും, നെക്സ്റ്റ് UUU എന്ന് പറയുന്ന ഒരു കോഡോൺ ആയിരിക്കും, നെക്സ്റ്റ് വൺ അടുത്ത കോഡോൺ, അങ്ങനെയായിരിക്കും പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് അമിനോ ആസിഡ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിലെ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള സ്ട്രാൻഡ്, ആ ഒരു ജീനിനെ ഞാൻ എടുത്ത് എഴുതാണ്. പൊളാരിറ്റി ഓൾസോ റൈറ്റ് ചെയ്യുന്നുണ്ട്. ATGTA, ഈ എക്കാണ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് CGA3'. ഇതാണ് നമ്മുടെ DNA അല്ലെങ്കിൽ ജീൻ എന്ന് പറയുന്നത്. ഈ DNA-ക്ക് ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഫോം ചെയ്യും. ഈ mRNA-യുടെ സീക്വൻസ് നമുക്ക് എഴുതിക്കൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം 5' to 3' ഡയറക്ഷനിലുള്ള നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനോട് സിമിലർ ആണ് mRNA-യുടെ സീക്വൻസ്. ഒരൊറ്റ എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ, തൈമിനുള്ളിടത്തൊക്കെ യുറാസിലായിരിക്കും. അപ്പോൾ ആ രീതിക്ക് നമ്മളിവിടെ mRNA സീക്വൻസ് എഴുതുകയാണെങ്കിൽ 5' to 3' അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, യുറാസിൽ, അഡിനിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, 3'. ഇതായിരിക്കും നമ്മുടെ mRNA-യുടെ സീക്വൻസ്. അതായത് ഇവിടെ ടി ആയിരുന്നു, ആക്ച്വലി ഇവിടെ തൈമിനായിരുന്നു വൈൽഡ് ടൈപ്പിൽ. പക്ഷേ മ്യൂട്ടേഷൻ നടന്നതുകൊണ്ട് തന്നെ ഇവിടെ എ ആവുകയും mRNA-യുടെ സമയത്ത് ഈ എ ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താണ് സംഭവിക്കുക? mRNA-യിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഫോം ചെയ്യും. ഈ പ്രോട്ടീൻ ഫോർമേഷന്റെ സമയത്ത് mRNA-യുടെ 3 നൈട്രജൻ ബേസസിനെയാണ് കോഡോൺ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഇതിലെ ഫസ്റ്റ് കോഡോൺ എന്ന് പറയുന്നത് AUG ആണ്. ഇത് സ്റ്റാർട്ട് കോഡോൺ ആണ്. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് മെത്തിയോണിൻ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് UAA ആണ്. ഈ UAA പ്രത്യേകിച്ച് ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇതൊരു സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പോൾ സ്റ്റോപ്പ് കോഡോൺ നമ്മുടെ മ്യൂട്ടേഷൻ കാരണം സെക്കൻഡ് പൊസിഷനിൽ ഒരു സ്റ്റോപ്പ് കോഡോൺ വരികയും പ്രോട്ടീൻ സിന്തസിസ് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ഔട്ട്കംസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ എന്നാണ്. ഗെയിൻ ഓഫ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീനിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോട്ടീനിന്റെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നാണ്. ഇവിടെ ഇൻക്രീസിങ് ആണോ നടക്കുന്നത്? അല്ല, ഇവിടെ പ്രോട്ടീനെ സിന്തസൈസ് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യോ? ഇല്ല. അപ്പോൾ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോങ് ഓപ്ഷൻ ആണ്. ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഫംഗ്ഷൻ എന്നാണ്. പ്രോട്ടീനിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു. അത് കറക്റ്റ് ആവാം അല്ലേ? കാരണം സെക്കൻഡ് സ്റ്റോപ്പ് കോഡോൺ വന്നതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സിന്തസിസ് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. സോ അവിടെ ആ ഒരു പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ ലോസ് ആയേക്കാം. സോ ഈ ഒരു ഓപ്ഷൻ അവിടെ കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് തേർഡ് ഓപ്ഷൻ ഇസ് നോ ചേഞ്ച്. നോ ചേഞ്ച് നമുക്ക് വരാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ചേഞ്ച് നമ്മൾ കണ്ടെത്തി. ആക്ച്വലി ഇവിടെ UAU എന്ന് പറയുന്ന ഒരു കോഡോൺ ആയിരുന്നു മ്യൂട്ടേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരേണ്ടത്. പക്ഷേ മ്യൂട്ടേഷൻ നടന്നതുകൊണ്ട് തന്നെ UAA എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കോഡോൺ വരികയും ട്രാൻസ്ക്രിപ്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ നോ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഓൾട്ടേർഡ് പ്രോട്ടീൻ. ഒരു ഓൾട്ടേർഡ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നു എന്ന്. അത് കറക്റ്റ് ആണോ? അല്ല അല്ലേ? കാരണം ഇവിടെ ഒറ്റ അമിനോ ആസിഡ് ആഡ് ചെയ്തിട്ടുള്ളൂ, സെക്കൻഡ് അമിനോ ആസിഡ് പോലും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഒറ്റ അമിനോ ആസിഡ് മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെ ഓൾട്ടേർഡ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും തെറ്റി. സോ അവർ കറക്റ്റ് ആൻസർ ഇസ് 2, ലോസ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, 1 minute. ഓക്കെ, ഞാൻ വായിക്കാം. എ റിസർച്ചർ വാണ്ടഡ് ടു ടെസ്റ്റ് എഫക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കെമിക്കൽ ഏജൻറ്റ്സ് ഓൺ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വാസ് ടേക്കൺ ഇൻ ട്യൂബ്സ് A, B and C and D, and 4 different agents were added individually to each tube. The researcher, however, forgot to label them. The properties of added chemical agents on double-stranded DNA were analyzed. The possible product column X and specific action of chemical agents are listed in column Y. Okay. So, question ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റിസർച്ചർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മുകളിലുള്ള ഡിഫറെൻറ്റ് കെമിക്കൽ ഏജൻസിൻ്റെ ആക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനു വേണ്ടി ഇദ്ദേഹം 4 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തു, A, B, C and D. ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലേക്കും ഡിഫറെൻറ്റ് കെമിക്കൽ ഏജൻസിനെയും ഡബിൾ സ്റ്റാൻഡേർഡ് DNAനെയും ഇട്ടുകൊടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിനൊരു കാര്യം മറന്നുപോയി. ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലോട്ടും ഏത് ഏജൻസിനെയാണ് ആഡ് ചെയ്തതെന്ന് ലേബൽ ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ഓരോ ടെസ്റ്റ് ട്യൂബിലും ഏതാണെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റ് ട്യൂബും ആഫ്റ്റർ അഡീഷൻ ഓഫ് കെമിക്കൽ ഏജന്റ് എന്ത് നടന്നു, അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കോളം എക്സിൽ തന്നിട്ടുണ്ട്. A ടെസ്റ്റ് ട്യൂബിൽ എന്താണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, B ടെസ്റ്റ് ട്യൂബിൽ എന്താണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു
ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് കോളം വൈയിൽ ഈ യൂസ് ചെയ്ത കെമിക്കൽ ഏജൻസിന്റെ പ്രോപ്പർട്ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കോളം എക്സിനെയും കോളം വൈനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിൽ ഏതൊക്കെ പ്രോപ്പർട്ടിയുള്ള കെമിക്കൽസ് ആണ് ആഡ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയണം. ഓക്കെ, ഇത് നമ്മുടെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്ട്രക്ചർ ആണ്. ഇത് ഷുഗർ ആണ്, ഇത് നൈട്രജൻ ബേസ് ആണ്, ഇത് ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നൈട്രജൻ ബേസിലേക്ക് ഷുഗർ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോസൈഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷുഗറിലേക്ക് നൈട്രജൻ ബേസ് ആഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോസൈഡ് എന്നാണ്. ഈ ഒരു ബോണ്ടിനെ നമ്മൾ വിളിക്കുക എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഷുഗറിലേക്ക് ന്യൂക്ലിയോസൈഡിന്റെ മുകളിലുള്ള ഷുഗറിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോടൈഡ് എന്നാണ്. ഓക്കെ, ഇത് അതായത് ഈ ഒരു ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡിലെ ഷുഗറിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോടൈഡ് എന്നാണ്. ഈ ഒരു ഫോസ്ഫേറ്റിനെ ഷുഗറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇതൊരു ന്യൂക്ലിയോടൈഡിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇത് വേറൊരു ന്യൂക്ലിയോടൈഡ് ആയിരിക്കും, ഇതിന്റെ മുകളിലുള്ളത് വേറൊരു ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോ ന്യൂക്ലിയോടൈഡുകളെയും നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ 2 ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ന്യൂക്ലിയോടൈഡ്സ് ആർ കണക്റ്റഡ് ബൈ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. 2 എസ്റ്റർ ബോണ്ട്സ് വെച്ചിട്ടാണ് ഓരോ ന്യൂക്ലിയോടൈഡ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഷുഗറിനെ ഫോസ്ഫേറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. അപ്പൊ നമ്മൾ ഓരോ ന്യൂക്ലിയോടൈഡിനെ നോക്കുന്ന സമയത്തും അവിടെ 2 ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നു. ഓരോ ന്യൂക്ലിയോടൈഡുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ടാണ്. ഈ 2 ന്യൂക്ലിയോടൈഡുകളെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയും 2 ബോണ്ട്സ് വരും, ഇവിടെയും 2 ബോണ്ട്സ് വരും. ഓക്കെ, അപ്പോൾ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ബോണ്ട് ഇസ് ദിസ് വൺ which connect two nitrogen bases. അപ്പോൾ ഇത്തരത്തിൽ നൈട്രജൻ ബേസസിനെ കണക്ട് ചെയ്യുന്ന ബോണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രജൻ ബോണ്ട്സ് എന്നാണ്. ഈ ഹൈഡ്രജൻ ബോണ്ട്സ് അഡിനിന്റെയും തൈമിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഡബിൾ ബോണ്ടഡ് ആയിരിക്കും. ആൻഡ് സൈറ്റോസിന്റെയും ഗ്വാനിന്റെയും ഇടയിൽ ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ ന്യൂക്ലിയോടൈഡ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ന്യൂക്ലിയോടൈഡിനെ സെപ്പറേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് ബോണ്ട് ബ്രേക്ക് ആവണം? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ആവണം. അപ്പോൾ ഈ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ആവുന്ന കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആയിരിക്കാം. ഓക്കെ, എ എന്ന് പറയുന്നത് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ക്ലീവ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആയിരിക്കും എ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ടുള്ളത്. ഇനി സെക്കൻഡ് വൺ ഓൺലി നൈട്രജൻ ബേസ് എന്നാണ്. അപ്പൊ നൈട്രജൻ ബേസസ് മാത്രം, ഈ നൈട്രജൻ ബേസസ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോണ്ടാണ് അവിടെ ബ്രേക്ക് ആവേണ്ടത് അല്ലെ. 2 സൈഡിൽ നിന്നും ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവണം. ഈ ഒരു ബോണ്ടിനെ നമ്മൾ എന്താ വിളിക്കുക? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കോളം വൈൽ ഉണ്ടോ നോക്കാം. ദ ഫോർത്ത് ഓപ്ഷൻ ബ്രേക്ക് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സോ ബി എന്ന് പറയുന്നത് 4th ആവാം. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ് ആണ്. ന്യൂക്ലിയോസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ന്യൂക്ലിയോസൈഡിൽ നിന്ന് ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂക്ലിയോസൈഡ് കിട്ടും. അപ്പോൾ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്ന ഏതോ ഒരു ഏജന്റ് ആയിരിക്കും ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അതാ റിമൂവ്സ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ സി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഇനി സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ് നമുക്ക് ഡി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെന്ററിലുള്ള ബോണ്ടാണ് ക്ലീവ് ആവേണ്ടത്. ദാറ്റ് ഇസ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്ന കെമിക്കൽ ആയിരിക്കും ഡി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ടുണ്ടാവുക. സോ ഡി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ A3, B4, C2, D1 അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ബാക്കിയെല്ലാം തന്നെ റോങ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണുള്ളത്. Okay, next question. Following table show mean and variance of population density of species A, B and C
based on the above, which of the following statement is correct? ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് 3 സ്പീഷീസിന്റെ ABC എന്ന് പറയുന്ന സ്പീഷീസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മീൻ ആൻഡ് വേരിയൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം A and B ഷോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, C ഷോ ക്ലംഡ് ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് ഓപ്ഷനിലാണെങ്കിൽ A ഷോ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ, B ഷോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ അടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂഷൻസ് എത്ര ടൈപ്പ് ഉണ്ട് നോക്കാം. അതായത് സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്പ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഇസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ ഇസ് ക്ലംഡ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് നോക്കാം. അതായത് ഒരു ഏരിയയിലെ സ്പീഷീസ് അല്ലെങ്കിൽ പോപ്പുലേഷൻസ് യൂണിഫോമിൽ ഇത്തരത്തിൽ ഒരു സ്പേസ് ഇട്ടിട്ട് റെഗുലർലി ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി സെയിം സ്പീഷീസ് സെയിം ഏരിയയിൽ ഇങ്ങനെ ക്ലംഡ് ആയിട്ട് ചില ഭാഗത്ത് മാത്രം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ക്ലംഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നമ്മുടെ സ്പീഷീസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മീനും വേരിയൻസും ആണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തുന്നു ചോദിച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് V/M. ഓക്കെ, V/M വേരിയൻസ് ബൈ മീൻ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ദാറ്റ് വിൽ ബി റാൻഡം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, സോറി ഇത് ലെസ് ദാൻ 1 ആണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ക്ലംഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ. ഫസ്റ്റ് നമ്മൾ സ്പീഷീസ് A നോക്കുകയാണെങ്കിൽ അവരുടെ V/M കാണാം. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് M/V ആണ് കേട്ടോ, മീൻ ബൈ വേരിയൻസ് ആണ് ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ ആകെ സംഭവം മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഷീസ് Aന്റെ V എന്ന് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത് 5.05 ആണ്, മീൻ എന്ന് പറയുന്നത് 5.30 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5.05 ഡിവൈഡഡ് ബൈ 5.3 ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.95 ആണ്, 0.95 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. സോ ഈ ഒരു സ്പീഷീസ് A ഷോ ചെയ്യുന്നത് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി സ്പീഷീസ് B നോക്കാം, അതിൻ്റെയും V/M കാണാം. 0.35 ഡിവൈഡഡ് ബൈ 7.05 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.04 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. So the distribution must be uniform. ഓക്കെ, ഇനി തേർഡ് സ്പീഷീസ് സീൻ്റെ നോക്കാം, V/M ചെയ്യുക, 50.5 ഡിവൈഡഡ് ബൈ 5.3, അപ്പോൾ നമുക്ക് കിട്ടുക 9.5 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ദ ഡിസ്ട്രിബ്യൂഷൻ മസ്റ്റ് ബി ക്ലംഡ്. ഇനി ഇതിപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. നോക്കിക്കേ, A റാൻഡം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ A and B ഷോ യൂണിഫോം എന്നാണ് പറയുന്നത്, അപ്പോൾ ഇത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷനിൽ A റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. B യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്, അതും കറക്റ്റ് ആണ്. C ക്ലംഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നുണ്ട്, അപ്പോൾ അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി തേർഡ് ഓപ്ഷനിലാണെങ്കിൽ AB ഷോ ക്ലംഡ് എന്നാണ് പറയുന്നത്, അത് റോങ് ആണ്. ആൻഡ് ഫോർത്ത് ഓപ്ഷനിൽ A ഷോ ക്ലംഡ് എന്നാണ് പറയുന്നത്, അത് റോങ് ആണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. Okay, 1 second. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് വരുന്ന ബയോകെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വായിക്കാം. ദ റീജിയൻസ് ഓഫ് 5 സൈസ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ വെൽ ക്യാരക്ടറൈസ്ഡ് പ്രോട്ടീൻ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആർ മാർക്ക്ഡ് ഓൺ രാമചന്ദ്രൻ പ്ലോട്ട് ആസ് ഷോൺ എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് രാമചന്ദ്രൻ പ്ലോട്ടും ആ പ്ലോട്ടിലെ പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും അറിയണം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗർ ഞാൻ വയറ്റ് എന്ന് പറയുന്ന ബയോകെമിസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ആൽഫ ഹെലിക്സും ബീറ്റ ഷീറ്റുമാണ്. എല്ലാവർക്കും അറിയാലോ, ബീറ്റ ഷീറ്റ് അല്ലെങ്കിൽ ബീറ്റ സ്ട്രാൻഡ് എന്ന് പറയുന്നതാണ്. ഈ ആൽഫ ഹെലിക്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ആൽഫ ആർ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ആൽഫ എൽ. അതുപോലെ തന്നെ ബീറ്റ സ്ട്രാൻഡ്സും 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആൻറ്റി പാരലൽ ബീറ്റ സ്ട്രാൻഡ്
ആൻഡ് സെക്കൻഡ് വൺ ഇസ് പാരലൽ ബീറ്റ സ്ട്രാൻഡ്സ്. ഓക്കെ, ഇത് കൂടാതെ വീണ്ടും ഒരുപാട് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്. വൺ ഓഫ് ദം ഇസ് കൊളാജൻ. അതുകൂടാതെ പോളിപ്രോലിൻ 2 ഹെലിക്സ് ഉണ്ട്, 2.27 ഹെലിക്സ് ഉണ്ട്, പൈ ഹെലിക്സ് ഉണ്ട്, 310 ഹെലിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹെലിക്സ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് CSIR പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ 2 ടൈപ്പ് ഓഫ് ആൽഫ ഹെലിക്സ്, 2 ടൈപ്പ് ഓഫ് ബീറ്റ സ്ട്രാൻഡ്സ് ആൻഡ് കൊളാജൻ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ആൽഫ ഹെലിക്സ് ആണ്. നിങ്ങളുടെ ആൽഫ എൽ എന്ന് കാണാൻ പറ്റും. ഈ ആൽഫ എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് ആണ്. ആൻഡ് ഇവിടെ ആൽഫ എന്ന് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ആൽഫ ആർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആൽഫ ആർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഓർത്തിരിക്കേണ്ട, ലൊക്കേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ആൽഫ ഹെലിക്സ് ഇങ്ങനെ ഡയഗണലി ആണെന്ന് കരുതാം. ഇതാണെന്നുള്ളത് ഉറപ്പിച്ച് വെക്കുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ളത്, ആ ഡയഗണലിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണെന്നും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണെന്നും ഓർക്കാം. അപ്പോൾ ആൽഫ എൽ എവിടെയാണ്, ആൽഫ ആർ എവിടെയാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഡയഗണലി ആണ്. ആ ഡയഗണലിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് ആണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് ആണ്. അപ്പോൾ ആൽഫ ഹെലിക്സ് പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു ഏരിയ ആണ് നോക്കേണ്ടത്. ഇവിടെ ഈ ഒരു സെറ്റപ്പ്, ഈ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് വി ഉണ്ടല്ലോ, അതുപോലെ ഇതിനെ കൺസിഡർ ചെയ്യാം. ഈ വിയുടെ സ്റ്റാർട്ടിങ് ഏരിയയിലായിട്ടാണ് ആൻറ്റി പാരലൽ ബീറ്റ സ്ട്രാൻഡ് ഉള്ളത്. ആൻഡ് വിയുടെ ആ ജോയിനിങ് ആയിട്ടുള്ള ഏരിയയിലാണ് പാരലൽ ബീറ്റ സ്ട്രാൻഡ് ഉള്ളത്. ആൻഡ് വിയുടെ എൻഡിലായിട്ട് കൊളാജനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻറ്റി പാരലൽ, പാരലൽ ആൻഡ് കൊളാജൻ. പിന്നെ കൊളാജൻ്റെ അടുത്ത് പോളിപ്രോലിൻ 2 ഹെലിക്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. പക്ഷെ പൊതുവേ ഇതൊന്നും ചോദിക്കാറില്ല. ഈ നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ CSIR എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ബീറ്റ സ്റ്റാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ്, കൊളാജൻ, റൈറ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻസ് കാണുന്നത്. നമുക്ക് നോക്കാം ABCD ഇതൊക്കെ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ആൽഫ ഹെലിക്സ് ആയിരുന്നു അല്ലേ. ആൽഫ ഹെലിക്സ് ഡയഗണലി ആണെന്നും റൈറ്റ് ലെഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഡയഗണൽ വരയ്ക്കുക. ഈ ഡയഗണലിൻ്റെ റൈറ്റ് സൈഡ് ഇതാണല്ലോ റൈറ്റ് സൈഡ്. ഈ റൈറ്റ് സൈഡിൽ ആരായിരിക്കും? ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആയിരിക്കും. ആൻഡ് ഈ ഡയഗണലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആയിരിക്കും. അപ്പോൾ BC ഏതാണെന്നുള്ളത് നമുക്ക് കിട്ടി. B എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ്. ആൻഡ് C എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ്. ആൻഡ് ഈ ഒരു AD കണ്ടുപിടിക്കാൻ വേണ്ടി ആ V എന്ന് പറഞ്ഞ ട്രിക്ക് ആലോചിക്കാം. വിയുടെ സ്റ്റാർട്ടിങ്ങിലായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? ആൻറ്റി പാരലൽ ബീറ്റ സ്ട്രാൻഡ് ആയിരിക്കും. സോ A എന്ന് പറയുന്നത് ആൻറ്റി പാരലൽ ബീറ്റ സ്ട്രാൻഡ് ആവാം. ഓക്കെ, ആൻഡ് D എന്ന് പറയുന്നത് കൊളാജൻ ആവാം. കൊളാജൻ ആവാം എന്നല്ല, കൊളാജൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ A റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണെന്നാണ് പറയുന്നത്. അത് റോങ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ A ബീറ്റ സ്ട്രാൻഡ് ആണെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണ് അല്ലേ. ആൻറ്റി പാരലൽ ആണെന്നോ പാരലൽ ആണെന്നോ അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് ബീറ്റ സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബീറ്റ സ്ട്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ആൻഡ് സെക്കൻഡിൽ B റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് എന്നാണ് പറയുന്നത്. അതും കറക്റ്റ് ആണ്. ആൻഡ് C ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് എന്നാണ് പറയുന്നത്. അതും കറക്റ്റ് ആണ്. ആൻഡ് D കൊളാജൻ എന്ന് പറയുന്നു. സോ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി 3ഉം 4ഉം ഒന്ന് ജസ്റ്റ് നോക്കുക ഒരു കൺഫർമേഷന്. 3ൽ A കൊളാജൻ ആണെന്ന് പറയുന്നു. അത് റോങ് ആണ്. D ആണല്ലേ കൊളാജൻ. ആൻഡ് 4ൽ A ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നു. അതും റോങ് ആണ്. അത് ആൻറ്റി പാരലൽ ബീറ്റ സ്ട്രാൻഡ് ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇസ് 2. റെഡി? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് പ്ലോട്ട് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following statement about determination of ABO blood type is incorrect? അപ്പോൾ നമ്മളോട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ABO ബ്ലഡ് ടൈപ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ 3 alleles of 1 gene. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ അലീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. 3 അലീൽസ് ആണ്, വിച്ച് ഇസ് I, A, I, B, സ്മോൾ I. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? 3 അലീൽസ് ആണെന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഫിനോടൈപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ 6 ജീനോടൈപ്പ്. ഇത് ശരിയാണോ നോക്കാം. അത് 4 ബ്ലഡ് ടൈപ്സ്, A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്.
ഇതിൽ എ ബ്ലഡ് ടൈപ്പ് തന്നെ 2 ജീനോടൈപ്പ് ആയിക്കൂടെ? എ എന്ന് പറയുന്ന ആ ഒരു ഫീനോടൈപ്പ് 2 ജീനോടൈപ്പ് കോഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് IA ആൻഡ് സെക്കൻഡ് വൺ ഇസ് IA സ്മോൾ I. ഓക്കെ, ഇത് രണ്ടും എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ആൻഡ് ബി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് IB. സെക്കൻഡ് വൺ ഇസ് IB സ്മോൾ I. ഈ 2 ജീനോടൈപ്പും ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇനി AB എന്ന് പറയുന്നതോ IAIB എന്ന് പറയുന്ന ജീനോടൈപ്പാണ് കോഡ് ചെയ്യുന്നത്. O ആണെങ്കിലോ സ്മോൾ I എന്ന് പറയുന്ന ജീനോടൈപ്പാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 4 ബ്ലഡ് ഗ്രൂപ്പിനെ കോഡ് ചെയ്യാൻ വേണ്ടി എത്ര ജീനോടൈപ്പാണുള്ളത്? ദിസ് ഇസ് ഫസ്റ്റ് ജീനോടൈപ്പ്, ദിസ് ഇസ് സെക്കൻഡ് ജീനോടൈപ്പ്, ദിസ് ഇസ് തേർഡ് ജീനോടൈപ്പ്, ദിസ് ഇസ് ഫോർത്ത്, ദിസ് ഇസ് ഫിഫ്ത്ത് ആൻഡ് ദിസ് ഇസ് സിക്സ്ത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ പറയുന്നതാണ് 6 ജീനോടൈപ്പ് എന്ന് തന്നെയാണ്. സോ ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. തേർഡ് വായിക്കാം. പാരൻസ് വിത്ത് എ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി കുഡ് പ്രൊഡ്യൂസ് എ ടൈപ്പ് ഒ ചൈൽഡ്. ഇത് കറക്റ്റ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സപ്പോസ് പാരൻസ് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള പാരന്റിന്റെ ജീനോടൈപ്പ് ഇതാണെന്ന് വിചാരിക്കുക, ആൻഡ് ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള പാരന്റിന്റെ ജീനോടൈപ്പ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിലെ ഈ ഐയും സ്മോൾ ഐ കോമ്പിനേഷൻ വരുന്ന ചൈൽഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. സോ തേർഡ് ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. യൂണിവേഴ്സൽ ഡോണർ വിത്ത് O ബ്ലഡ് ടൈപ്പ് ഡു നോട്ട് ക്യാരി ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് A ആൻഡ് B. അപ്പൊ നമുക്കറിയാം 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, AB ആൻഡ് O. അതിൽ A ബ്ലഡ് ഗ്രൂപ്പിൽ A ആന്റിജനും B ആന്റിബോഡിയും ആണ്. ആൻഡ് B ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ B ആന്റിജനും A ആന്റിബോഡിയും ആണ്. ഇനി AB ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ ആന്റിജൻ Aയും Bയും ഉണ്ടാവും, ആന്റിബോഡി ഒന്നും തന്നെ ഇല്ല. ഇനി O ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിലോ ഒരു ആന്റിജനും ഇല്ല ആൻഡ് 2 ആന്റിബോഡിയും ഉണ്ടാവും. ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവാറ്? ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഓപ്ഷൻസ് വായിക്കാം. യൂണിവേഴ്സൽ ഡോണർ വിത്ത് O ബ്ലഡ് ടൈപ്പ് ഡു നോട്ട് ക്യാരി ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് A ആൻഡ് B. O ബ്ലഡ് ടൈപ്പിൽ ആന്റിബോഡീസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. അത് റോങ് അല്ലേ? 2 ആന്റിബോഡീസ് ഉണ്ട്, 2 ആന്റിജൻസ് ആണ് ഇല്ലാത്തത്. സോ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് വൺ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് ചോദിച്ചത് കൊണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിട്ട് മാറും? 4 ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഇസ് പ്രസന്റ് അറ്റ് വാസോപ്രസിൻ അറ്റ് ദ പൊസിഷൻ ഓഫ് 3? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കരുത് നമ്മൾ എല്ലാ ഹോർമോൺസിന്റെയും എന്താ പറയുക അമിനോ ആസിഡിന്റെ പൊസിഷൻസ് ഒക്കെ ഏതൊക്കെ പ്ലേസസിൽ ഏതൊക്കെ അമിനോ ആസിഡ് ആണെന്ന് പഠിച്ചു വെക്കണം എന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ട് വാസോപ്രസിന്റെ ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസോപ്രസിന്റെയും ഓക്സിറ്റോസിന്റെയും അമിനോ ആസിഡ് സീക്വൻസ് സിമിലർ ആണ്. അതായത് രണ്ടുപേരും 9 അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 9 അമിനോ ആസിഡ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്, എക്സെപ്ഷൻ 3rd ആൻഡ് 8th പൊസിഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഫസ്റ്റ്, സെക്കൻഡ്, 4th, 5th, 6th, 7th ആൻഡ് 9th അമിനോ ആസിഡ്സ് ഒക്കെ രണ്ടുപേരും സെയിം ആണ്. ഓക്കെ, എന്നാൽ ഓക്സിറ്റോസിന്റെ 3rd പൊസിഷനിൽ വരുന്നത് ഐസോല്യൂസിനും 8th പൊസിഷനിൽ വരുന്നത് ലൂസിനുമാണ്. എന്നാൽ വാസോപ്രസിൻ ആണെങ്കിലോ 3rd പൊസിഷനിൽ വരുന്നത് ഫീനോലാലാനിനും 8th പൊസിഷനിൽ വരുന്നത് ആർജിനിനുമാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് മാത്രം ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിന്റെ പല ഭാഗങ്ങൾ 8ാമത്തെ ഏതാണ്, 3ാമത്തെ ഏതാണ്, വാസോപ്രസിന്റെ ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്കിത് പഠിച്ചു വെക്കാനായിട്ട് ചെറിയൊരു കോഡ് ഉണ്ട്. ഫോർ ഓക്സിറ്റോസിൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട കോഡ് ഓയിൽ ആണ്. O ഫോർ ഓക്സിറ്റോസിൻ, I ഫോർ ഐസോല്യൂസിൻ ആൻഡ് L ഫോർ ലൂസിൻ. ഓക്കെ, അപ്പൊ 3rd ആൻഡ് 8th പൊസിഷൻ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം, എന്നാലേ ഈ കോഡ് വെച്ചിട്ട് ഉപകാരമുള്ളൂ. അപ്പോൾ ഓക്സിറ്റോസിന്റെ 3rd പൊസിഷനിൽ ഐസോല്യൂസിനും 8th പൊസിഷനിൽ ലൂസിനുമാണ്. ഇനി വാസോപ്രസിൻ്റെതാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട കോഡ് VFR ആണ്. V ഫോർ വാസോപ്രസിൻ, F ഫോർ ഫീനൈൽ അലാനിൻ ആൻഡ് R ഫോർ ആർജിനിൻ. ഈ FR എന്നൊക്കെ നമ്മുടെ അമിനോ ആസിഡിന്റെ സിംഗിൾ ലെറ്റർ റെപ്രസെന്റേഷൻ ആണ്. ഓരോ അമിനോ ആസിഡ്സിനും ഓരോ ലെറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ CSIR എക്സാമിനേഷൻ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതായത് CSIRന് മൊത്തം അമിനോ ആസിഡിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നെയിം ഒന്നും കിട്ടി തരാറില്ല, ചില സമയങ്ങളിൽ ലെറ്റേഴ്സ് മാത്രമേ ആയിരിക്കും തരാം. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് VFR എന്നുള്ള ലെറ്റർ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? വാസോപ്രസിന്റെ 3rd പൊസിഷനിൽ ഫീനൈലലാനിൻ ആണെന്നും 8th പൊസിഷനിൽ ആർജിനിൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്
തേർഡ് പൊസിഷനിൽ ഏതാണ്? വാസോപ്രസിന്റെ തേർഡ് പൊസിഷൻ. അപ്പൊ നമ്മൾ എന്തായിരുന്നു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? VFR ആണ്. ഈ VFRലെ തേർഡ് പൊസിഷനിൽ ആരാ വരുന്നത്? ഫിനലാലൻ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ.